നോമ്പ് കാലഘട്ടം. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുന്ന കാലം. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുന്ന കാലം. 118 സങ്കീർത്തനത്തിലെ പ്രവചനത്തെ അധികരിച്ച് കർത്താവ് പ്രകാരം പറയുന്നുണ്ട്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ പരിശുശ്രൂഷ വേളയിൽ തന്റെ ജീവിതത്തിലൂടെ ഈ പ്രവചനം കർത്താവ് യാഥാർത്ഥീകരിക്കുന്നുണ്ട്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും അടങ്ങുന്ന ആത്മീക നേതൃത്വവും സ്വന്തം പട്ടണമായ നസ്രേത്ത് തുടങ്ങി പലയിടങ്ങളിലും കർത്താവ് തിരസ്കരണം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കാൽവരി ക്രൂശിൽ തന്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി ഈ ലോകത്തെ വീണ്ടെടുക്കുമ്പോൾ രക്ഷയുടെ അടിസ്ഥാന കല്ലായി കർത്താവ് മാറുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ നോമ്പിന്റെ കാലഘട്ടം അത് തള്ളപ്പെട്ടവരെയൊക്കെ അംഗീകരിക്കുന്ന കാലമാണ്. തള്ളിക്കളഞ്ഞവരെയൊക്കെ കർത്താവ് ചേർത്ത് അണയ്ക്കുന്ന കാലമാണ്. ഇന്നലകളിൽ തള്ളപ്പെടലിന്റെ വേദനകളിൽ, നിരാശകളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ കർത്താവ് നമുക്ക് നൽകുന്നത് ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. ഞാൻ നിങ്ങളെ അറിയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വേദന അറിയുന്നുണ്ട്. തള്ളപ്പെടലിലൂടെ, തിരസ്കരണത്തിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ മാനസിക വ്യഥകളെ ഞാൻ അറിയുന്നുണ്ട്. കാരണം ഞാനും തള്ളപ്പെട്ടവനാണ്, ഞാനും തിരസ്കരിക്കപ്പെട്ടവനാണ്. തള്ളപ്പെട്ട ഞാൻ രക്ഷയുടെ മൂലക്കല്ലായി മാറിയെങ്കിൽ തള്ളിക്കളഞ്ഞവരുടെ മധ്യേ നിങ്ങൾ ഉയർത്തുന്നവനാണ്, മാനിക്കുന്നവനാണ് കർത്താവ്. ആ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, തള്ളപ്പെടലിന്റെ വേദനകളുടെ മധ്യേ എന്റെ കർത്താവ് എന്നെ അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിപ്പാൻ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ.